കല്ലടിക്കോട് വാഹനാപകടത്തിൽ മരിച്ച കുഞ്ഞുങ്ങൾക്ക് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. 4 വിദ്യാർത്ഥികളുടെയും പൊതുദർശനം കരിമ്പനയ്ക്കൽ ഹാളിൽ പൂർത്തിയായി. ഖബറടക്കം തുപ്പനാട് ജുമാ മസ്ജിദിൽ 12 മണിക്ക് മുമ്പ് നടക്കും. രാവിലെ വീടുകളിൽ മൃതദേഹങ്ങൾ എത്തിച്ചപ്പോൾ നൂറുകണക്കിന് ആളുകളാണ് പ്രിയ കുഞ്ഞുങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയത്. മന്ത്രിമാരായ എം. വി. രാജേഷും കൃഷ്ണൻകുട്ടിയും ആദരാഞ്ജലി അർപ്പിച്ചിരുന്നപ്പോൾ വിവരങ്ങളുമായി കെ. ടി. സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹിനി, ഏതാനും സമയങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ എല്ലാ കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് ശേഷം തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഹാളിന് അകത്തും പുറത്തും നിരവധി ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. നാട്ടുകാർക്ക് താങ്ങാൻ കഴിയുന്നതല്ല. നാട്ടുകാർക്ക് കൂടി ചിരപരിചിതരായ വൈകുന്നേരം ഒരുമിച്ച് കളിച്ചിരികളുമായി പോയിരുന്ന കുഞ്ഞുങ്ങളാണ്. റോഡരികിൽ ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥ മൂലം റോഡ് സിമൻറ്റ് ലോറി മറിഞ്ഞ് കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് വീണ് ആ 4 കുഞ്ഞുങ്ങളുടെയും ജീവൻ പൊലിയാൻ ഇടയാക്കിയത്. കുറ്റകരമായ അനാസ്ഥ തന്നെയാണ് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ തുപ്പനാട് ജുമാ മസ്ജിദിൽ നിന്നും അതേസമയം കരിമ്പനയ്ക്കൽ ഹാളിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ തുപ്പനാട് ജുമാ മസ്ജിദിൽ 12 മണിക്ക് മുമ്പ് തന്നെ ഖബറടക്ക ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, 4 കുഞ്ഞുങ്ങളുടെ മൃതദേഹം ഇപ്പോൾ ഖബറടക്കത്തിനായി തുപ്പനാട് ജുമാ മസ്ജിദിൽ എത്തിച്ചു കഴിഞ്ഞല്ലോ. സിജു, അല്പസമയത്തിനകം തന്നെ ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് കൊണ്ടുവരും. ഓഡിറ്റോറിയത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ മാറിയാണ് നമ്മുടെ പള്ളി ഉള്ളത്. ആ പള്ളിയിലേക്ക് പള്ളിയിൽ സംസ്കാരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാണ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ വാദിക്കലിത്തങ്ങളാണ് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. ഇനി പള്ളിയിൽ വെച്ച് വീണ്ടും മയ്യത്ത് നമസ്കാര ചടങ്ങുകൾ നടക്കുന്നുണ്ട്. നമസ്കാരം നടക്കും. അതിനായി ആളുകളോട് മുഴുവൻ പള്ളികളിലേക്ക് നീങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 4 പേരുടെയും ഖബറടക്കം ഒരു സ്ഥലത്ത് തന്നെയാണ്, ഒരു തൊട്ടടുത്തടുത്തായാണ് ഖബറുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ വിദേശങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും. ശരി, സ്വാലിഹാണ് കരിമ്പനയ്ക്കൽ ഹാളിന് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കരിമ്പനയ്ക്കൽ ഹാളിൽ കുഞ്ഞുങ്ങളുടെ പൊതുദർശനം, മൃതദേഹങ്ങളുടെ പൊതുദർശനം പൂർത്തിയായി കഴിഞ്ഞു. മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ തുപ്പനാട് ജുമാ മസ്ജിദിൽ എത്തിക്കും. അതിനുശേഷം അവിടെ ആണ് അടുത്തടുത്ത സ്ഥലങ്ങളിൽ ഒരേ ക്ലാസ്സിൽ ഒരേ സ്കൂളിൽ പഠിച്ചിരുന്നത് പോലെ ഒരേ സ്ഥലത്ത് അന്തിയുറക്കം. അതാണ് ആ ദുഃഖകരമായ സങ്കടകരമായ കാഴ്ചയ്ക്കാണ് ഇപ്പോൾ കരിമ്പന എന്ന നാട് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ തുപ്പനാട് ജുമാ മസ്ജിദിൽ 4 കുഞ്ഞുങ്ങളുടെയും ഖബറടക്കം അടുത്തടുത്ത സ്ഥലങ്ങളിൽ നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും കരിമ്പനയ്ക്കൽ ഹാളിലേക്കും തുപ്പനാട് ജുമാ മസ്ജിദിലേക്കും നിരവധി ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാലിഹ് ഒരിക്കൽ കൂടി ചേരുന്നു. സ്വാലിഹ്, ഇനി ഇപ്പോൾ അവിടെ പൊതുദർശനം ഉണ്ടാകാൻ സാധ്യതയില്ല. തുപ്പനാട് വന്ന് മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി ഖബറടക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കും. അങ്ങനെ തന്നെയല്ലേ? സിജു, തീർച്ചയായും പൊതുദർശനം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കാണാൻ നിരവധി ആളുകളുണ്ട്. പക്ഷേ ഇപ്പോൾ അത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി വൈകിയാൽ, അത് ഇന്ന് വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് അത് 12 മണിക്ക് മുമ്പ് തന്നെ പൂർത്തിയാക്കണമെന്ന് അറിയിച്ചിരുന്നു. സാധാരണ രീതിയിൽ അങ്ങനെയാണ്. വെള്ളിയാഴ്ച ഖബറടക്കം നടക്കുന്നുണ്ടെങ്കിൽ അത് 12 മണിക്ക് മുൻപേ നടത്താറുണ്ട്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് പള്ളിയിലെല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ കൂടുതൽ ആളുകൾ ഇനിയും കാണാനുണ്ട്. അവർക്ക് കുറച്ച് ആളുകൾക്കൊക്കെ അടുത്ത ബന്ധുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് പള്ളിയിൽ വെച്ച് കാണാൻ സൗകര്യം ചെയ്യാമെന്ന് ഇപ്പോൾ വളണ്ടിയേഴ്സൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ തന്നെ സമയം 10:30 ആകാനായിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂർ സമയം ഖബറടക്കത്തിനും വേണ്ടിവരുമെന്നാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ, അവർ കളിച്ച് നടന്ന നാടാണ്. ഇന്നലെ വൈകിട്ട് പോലും അവർ ഒരുമിച്ചാണ് ഈ സ്വാലിഹാണ് കരിമ്പനയ്ക്കൽ ഹാളിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ തുപ്പനാട് ജുമാ മസ്ജിദിൽ 4 കുഞ്ഞുങ്ങളുടെയും
ഖബറടക്കം നടക്കും. 1 മണിക്കൂറോളം ഇനിയും സമയമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ കരിമ്പനയ്ക്കൽ ഹാളിൽ കുഞ്ഞുങ്ങളുടെ വീടുകളിൽ നിരവധി പേർ, ഇപ്പോൾ തുപ്പനാട് ജുമാ മസ്ജിദിലടക്കം നിരവധി പേരാണ് കുഞ്ഞുങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാൻ അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നാടിന് കണ്ടു നിൽക്കാൻ കഴിയുന്ന കാഴ്ചകളായിരുന്നില്ല ഇന്നലെ മുതൽ കണ്ടത്. ഇപ്പോൾ കോങ്ങാട് MLA ശാന്തകുമാരി അടക്കം അവിടെ എത്തിച്ചേർന്നു. അവർ ബന്ധുക്കളെ അടക്കം ആശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.